പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുകഴ്ത്തിയും ഇന്ത്യയുമായി വ്യാപാര കരാറിൽ എത്തുമെന്ന പ്രതീക്ഷ പങ്കുവച്ചും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത്. മോദിയെ ഗംഭീര നേതാവ് എന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചത്. ഇന്ത്യയുമായി നല്ലൊരു വ്യാപാര കരാറിലെത്തുമെന്നും സ്വിറ്റ്സർലൻഡിലെ ദാവോസിൽ ലോക സാമ്പത്തിക ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനിടെ ട്രംപ് പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗംഭീര നേതാവാണ്. എനിക്ക് അദ്ദേഹത്തോട് ഏറെ ബഹുമാനമുണ്ട്. ഇന്ത്യയും USഉം ഇരുപക്ഷത്തിനും ഗുണപരമായ ഒരു വ്യാപാര കരാറിലെത്തും എന്നും ട്രംപ് പറഞ്ഞു. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നു എന്ന കാരണം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കഴിഞ്ഞ ഓഗസ്റ്റിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 50% തീരുവ ഏർപ്പെടുത്തിയതിന് പിന്നാലെയാണ് ഇന്ത്യ US വ്യാപാര ചർച്ചകൾ നിലച്ചത്. പിന്നീട് പലതവണ ചർച്ചകൾ പുനരാരംഭിക്കാൻ ശ്രമം നടന്നുവെങ്കിലും പൂർണ്ണതയിലെത്തിയില്ല. വ്യാപാര കരാറിനെ കുറിച്ച് ഇരുപക്ഷവും ഗൗരവത്തോടെ ആലോചിക്കുകയാണെന്നും കരാർ അന്തിമമാക്കാൻ പ്രതിജ്ഞാബദ്ധരാണെന്നും ഇന്ത്യയിലെ US അംബാസഡർ സെർജിയോ ഗോർ കഴിഞ്ഞയാഴ്ച പറഞ്ഞിരുന്നു. അതേസമയം ഇന്ത്യ പാക് യുദ്ധം ഉൾപ്പെടെ നിരവധി യുദ്ധങ്ങൾ താനിടപെട്ട് ഒഴിവാക്കി എന്ന വാദം ദാവോസിലും ട്രംപ് ആവർത്തിച്ചു. തന്റെ ഇടപെടൽ ആയിരക്കണക്കിന് ജീവനുകളാണ് രക്ഷിച്ചതെന്നും ട്രംപ് അവകാശപ്പെട്ടു. ഇന്ത്യ പാക് സംഘർഷം അവസാനിക്കുന്നതിൽ മൂന്നാം കക്ഷിയുടെ ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്ന് ഇന്ത്യ ഉറപ്പിച്ചു പറയുന്നതിനിടയിലാണ് വീണ്ടും ട്രംപിന്റെ ഈ അവകാശവാദം. അതേസമയം പ്രവചനാതീതമായി പ്രവർത്തിക്കുകയും പെരുമാറുകയും ചെയ്യുന്ന സ്വഭാവമാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റേത്. അതിനാൽ തന്നെ USന്റെ സഖ്യകക്ഷികൾക്ക് പോലും എന്താണ് ചെയ്യേണ്ടതെന്നതിൽ വ്യക്തമായി തീരുമാനമെടുക്കാനുമാകുന്നില്ല. എന്നാൽ പ്രവചനാതീതമായ സാഹചര്യത്തിലും ട്രംപ് ഒരുക്കുന്ന കെണിയിൽ വീഴാതെ ഇന്ത്യ സംയമനത്തോടെ എന്നും പിടിച്ചു നിൽക്കാറുണ്ട്. സ്വന്തം നില സുരക്ഷിതമാക്കുന്നത് നയതന്ത്ര വൃത്തങ്ങളെ അത്ഭുതപ്പെടുത്താറുമുണ്ട്. വ്യാപാര കരാർ, റഷ്യൻ എണ്ണ തുടങ്ങിയ പല വിഷയങ്ങളിലും ട്രംപ് നേരിട്ടും അദ്ദേഹത്തിന്റെ ഭരണകൂടത്തിലെ പ്രമുഖരും ഇന്ത്യയെ പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും നയതന്ത്ര നീക്കങ്ങളിലൂടെ ഇന്ത്യ USനെ അത്ഭുതപ്പെടുത്തുകയാണ് ചെയ്തത്. യൂറോപ്യൻ രാജ്യങ്ങളും ബ്രിട്ടനും ട്രംപിന്റെ കടുത്ത സാമ്പത്തിക നിലപാടുകൾക്ക് മുന്നിൽ പകച്ചു നിൽക്കുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സംയമനവും ദീർഘവീക്ഷണവുമാണ് ഇന്ത്യയെ സുരക്ഷിതമാക്കിയതെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുകയാണ്. യൂറോപ്യൻ സഖ്യകക്ഷികൾ പോലും ട്രംപിന്റെ താരിഫ് നയങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പാടുപെടുകയാണ്. എന്നാൽ ഇന്ത്യ തുടക്കം മുതലേ നേരിട്ടുള്ള ഏറ്റുമുട്ടലുകൾ ഒഴിവാക്കി റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന്റെ പേരിലടക്കം ഇന്ത്യയിൽ മേൽ 50% താരിഫ് ചുമത്തിയിട്ടും ഇന്ത്യൻ മന്ത്രിമാരോ പ്രധാനമന്ത്രിയോ ട്രംപിനെതിരെ വാക്പോരിന് മുതിർന്നിട്ടില്ല. അമേരിക്കൻ ഉദ്യോഗസ്ഥർ ഇന്ത്യക്കെതിരെ കടുത്ത ഭാഷയിൽ വിമർശനങ്ങൾ ഉന്നയിച്ചപ്പോഴും ഇന്ത്യ ക്ഷമയോടെയുള്ള നയതന്ത്ര ചർച്ചകൾ തുടർന്നു. വ്യാപാര കരാറിൽ ഏർപ്പെടാത്തതിന്റെ പേരിൽ ട്രംപ് കനത്ത തീരുവ ചുമത്തിയിട്ടും തിടുക്കപ്പെട്ട USന്റെ മേൽക്കോയ്മ ലഭിക്കുന്ന കരാറിന് മുതിരാൻ ഇന്ത്യ തയ്യാറായില്ല. രാജ്യത്തെ കാർഷിക ക്ഷീര മേഖലകളെ ദോഷകരമായി ബാധിക്കുന്ന ഒരു വ്യാപാര കരാറിനും സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി ഇന്ത്യ ഒപ്പിട്ടിട്ടില്ല. താരിഫ് ഭീഷണി ഉയർത്തി ഇന്ത്യയെ കൊണ്ട് കരാറിൽ ഒപ്പിടിപ്പിക്കുവാനുള്ള ട്രംപിന്റെ നീക്കം വിജയിച്ചില്ലെന്ന് US കൊമേഴ്സ് സെക്രട്ടറി ഹൊവാർഡ് ലുട്നിക് തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രി മോദി ട്രംപുമായി നേരിട്ട് സംസാരിക്കാൻ വിസമ്മതിച്ചതാണ് ഭാഗികമായ വ്യാപാര കരാർ പോലും പരാജയപ്പെടാൻ കാരണമായത് എന്ന് ലുട്നിക് ചൂണ്ടിക്കാട്ടി. ട്രംപിന്റെ സ്വഭാവത്തിൽ കയ്പ് ആദ്യം അറിഞ്ഞത് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷ സമയത്തായിരുന്നു. പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിച്ചുവെന്ന് ട്രംപ് ആദ്യമേ പറഞ്ഞപ്പോൾ കേന്ദ്ര സർക്കാർ പ്രതിരോധത്തിലായിരുന്നു. 2025 മെയ് മാസത്തിൽ പാകിസ്ഥാനുമായുള്ള തർക്കം താരിഫ് ഭീഷണികൾ ഉപയോഗിച്ച് നിർത്തിയെന്നാണ് ട്രംപ് അവകാശപ്പെട്ടത്. ഇതോടെ വ്യാപാര ബന്ധങ്ങളെ ട്രംപ് സ്വന്തം താൽപര്യങ്ങൾ നടപ്പിലാക്കാൻ ഉപകരണമാക്കുന്നു എന്നതാണ് ഇന്ത്യക്ക് ബോധ്യമായത്. ട്രംപുമായുള്ള ഇടപെടലുകളെ ഇന്ത്യ കരുതലോടെ കൈകാര്യം ചെയ്യാനും തുടങ്ങി. നേരിട്ടുള്ള ബന്ധത്തിലൂടെയാണ് വെടിനിർത്തൽ സംഭവിച്ചത് എന്ന് ഊന്നി പറഞ്ഞുകൊണ്ട് ട്രംപിനെ ഇന്ത്യ നേരിട്ടു. തുടർന്നും അവകാശവാദങ്ങൾ ട്രംപ് തുടർന്നുവെങ്കിലും ഇന്ത്യ നിലപാട് മാറ്റിയില്ല. അതേസമയം ട്രംപിനെ നേരിട്ട് പ്രകോപിപ്പിക്കുന്ന നിലപാട് സ്വീകരിച്ചതുമില്ല. സ്വന്തം പരാജയം മറച്ചുവെക്കാൻ പാകിസ്ഥാൻ പെട്ടെന്ന് തന്നെ ട്രംപിന്റെ വാദത്തെ സ്വാഗതവും ചെയ്തു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.